വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 1950 സ്ക്വയർ ഫീറ്റിൽ 11.5 സെൻറ്റ് പ്ലോട്ടിൽ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളാണ്. ഇത് കൊല്ലം കുളപ്പാടത്താണ്. ഹാഷിം ഹലീമ ദമ്പതികളുടേതാണ് ഈ മനോഹരമായ വീട്. അൽ ഹാദി എന്നാണ് കേട്ടോ വീടിന് പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോകാം. എല്ലാവരും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു അവർ ചാനൽ. ഇവിടെ മുറ്റത്തായിട്ടൊക്കെ ഇൻ്റർലോക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മെയിൻ ഡോറും വിൻഡോസും ഒക്കെ ടീക്ക് വുഡിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പില്ലറിലും വോളിലും ചെയ്തിരിക്കുന്നത് ക്ലാഡിംഗ് ടൈലാണ്. നമ്മുടെ ഈ ഒരു ലിവിങ് ഹാളിലായിട്ട് ഒരു കോർണർ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നു. കുറേ പ്ലാന്റ്സ് വെച്ച് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ലൈവ് പ്ലാന്റ്സും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ അത് പോട്ട് ചെയ്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കോഫി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ TV യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വോള് കണ്ടോ, ഈ ഒരു വോളിലായിട്ട് ലിക്വിഡ് വാൾപേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിക്വിഡ് വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പൗഡർ ഫോമിൽ വാങ്ങിക്കാൻ കിട്ടും. അതിനകത്ത് ഗമ്മ് കാര്യങ്ങളെല്ലാം മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. അത് നമ്മൾ ജസ്റ്റ് വാങ്ങിച്ച് അതിൽ പറയുന്ന ആ ഒരു റേഷ്യോയിൽ അത് മിക്സ് ചെയ്തിട്ട് വോളിൽ അപ്ലൈ ആണെങ്കിൽ ഒരു 2 ദിവസം എടുക്കും ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്തിരിക്കുന്നത് വേറെ വർക്കേഴ്സും കാര്യങ്ങളൊന്നുമല്ല, ഈ വീട്ടുകാർ തന്നെയാണ്. 2 ദിവസം എടുത്തിട്ടാണ് സെറ്റ് ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഇത് പക്ഷേ നേരിട്ട് കാണുമ്പോഴുണ്ടല്ലോ വീഡിയോയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. നല്ലൊരു ഗ്ലിറ്ററി ഫീലുണ്ട്. നല്ലൊരു ഗോൾഡൻ ഗ്ലിറ്റേഴ്സ് ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. നമ്മൾ മുമ്പ് മൊസൈക്ക് കാണില്ലേ, ആ ഒരു പാറ്റേണിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട് നേരിട്ട് കാണാൻ. ഇവിടെ മാത്രമല്ല റൂമിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് അധികം വേറെ വർക്കുകൾ ചെയ്യാതെ ഇങ്ങനൊരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ കുറേ ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് അഗ്ലോണിമാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽസ് ആണ്. മാറ്റ് ഫിനിഷിൽ വരുന്ന വിട്രിഫൈഡ് ടൈൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡൈനിങ് ടേബിളും ചെയർസും ആണ്. ഈ ഒരു സൈഡിൽ ബെഞ്ചാണ് കേട്ടോ വരുന്നത്. ബാക്കി ഇത്രയും പോർഷനിലായിട്ട് 4 ചെയർസും പിന്നെ ഒരു ബെഞ്ചും ആണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ മുകളിൽ ഇങ്ങനെ നമുക്ക് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു പോർഷൻ വരുന്നത്. സ്റ്റെയറിന് താഴെയുള്ളൊരു പോർഷനാണിത്. ഇവിടെ നല്ലൊരു വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വാഷ് കൗണ്ടർ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ ആ ഒരു ഗ്ലാസ് തന്നെയാണ്. ഒരു അൺഈവൻ ഷേപ്പിൽ വരുന്ന ഗ്ലാസും അതിൻ്റെ ബാക്കിൽ നമ്മുടെ വുഡിൻ്റെ ടൈൽസും കൊടുത്തിട്ട് ആ ഒരു ലൈറ്റിങ്ങും കൂടെ വന്നപ്പോൾ ആ ഒരു ഭാഗം തന്നെ നല്ല സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് നല്ലൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാംബുവിൻ്റെ ആ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു പ്ലാന്റും കൂടി ഇവിടെ കൊടുത്തപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ഐഡിയാസാണ്. നമ്മുടെ ഒരു സ്പേസ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ഐഡിയാസാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഡൈനിങ്ങിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ബെയറിൻ്റെ ഒരു ക്രോക്കറിയാണിത്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ക്രോക്കറി ആയിട്ടാണ് കേട്ടോ. ഒരു ഡെക്കോറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ പേജിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ പേജ് ഞാനൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ചെറിയ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വരുന്നത് പ്ലാന്റ്സും ഡെക്കർ ഐറ്റംസും ആണ്. ക്രോക്കറീസും നമുക്ക് ഫങ്ഷണലായിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെക്കർ ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതിൽ കൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഡെക്കേഴ്സൊക്കെ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ പേജ്, നമ്മുടെ നിഷാസ് ഡ്രീം വേൾഡ് എന്ന പേജ്, അതല്ലെങ്കിൽ ത്രൈവ് യാറ എന്ന് പറഞ്ഞ പേജും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നോക്കാവുന്നതാണ് കളക്ഷൻസൊക്കെ.
കിച്ചൻ്റെ ഡോറ് കണ്ടില്ലേ, ഇത്രയും ഭാഗം ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹാളിൽ നിന്നാൽ തന്നെ കിച്ചണിനുള്ളിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മോഡുലാർ കിച്ചൺ. നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ചെയർസൊക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും കണ്ടില്ലേ, ഇതും നമ്മുടെ പ്രോഡക്റ്റാണ്. ഫാറ്റ് ഷെഫാണ് കേട്ടോ, സ്പൂൺ ഹോൾഡറാണ്, നമുക്ക് സ്പൂൺസ് ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഫാറ്റ് ഷെഫാണിത്. അപ്പോൾ ഇതൊക്കെ വേണം എന്നുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പറും കൂടി സ്ക്രീനിൽ കൊടുത്തിരിക്കുക. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ കിച്ചണിൽ ഈ ഒരു കബോർഡ്സ് എല്ലാം തന്നെ, അതിൻ്റെ ഷട്ടേഴ്സ് എല്ലാം തന്നെ അലൂമിനിയം ഫാബ്രിക്കേഷനിലും ഉള്ളിലായിട്ട് WPC ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൗണ്ടറിലെല്ലാം തന്നെ കിച്ചൺ ടൈലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ക്യാപ്സൊക്കെ വലിയ അതും നമ്മുടെ പേജിൽ പ്രോഡക്റ്റാണ്. വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞൊരു വർക്കിംഗ് കിച്ചൺ കൂടി ചെയ്തിട്ടുണ്ട്. വിറകടുപ്പോട് കൂടി വർക്കിംഗ് കിച്ചണാണ്. ചിമ്മിനിയുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് കണ്ടോ, ഇവിടെ നമുക്കൊരു വുളു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാതെ തന്നെ വുളു ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡോറിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വുളു സ്പേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോളിൽ ലിക്വിഡ് വാൾപേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്ത് അലൂമിനിയമാണ് ഷട്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ഉള്ളിലായിട്ട് WPC ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലോങ് മിററും ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ്. ഇവിടെ ടോട്ടൽ 3 ബെഡ്റൂംസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല, പകരം ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെയർസ് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്സിൽ വുഡൻ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നോക്കുകയാണെങ്കിലും ടീക്ക് വുഡും സ്ക്വയർ ട്യൂബ്സിലുമാണ് വന്നിട്ടുള്ളത്. ഇവിടെ മുകളിലായിട്ട് ഒരു ബെഡ്റൂമും പിന്നെ ഒരു ബാൽക്കണി ഏരിയയും ടെറസ് ഏരിയയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. 1950 സ്ക്വയർ ഫീറ്റിൽ 11.5 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീട് പണി നടക്കുന്നവർക്ക്, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഇമോജി ആയാലും മതി, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് അതെനിക്ക് കൂടുതൽ സപ്പോർട്ട് ആവുന്നത്. കമൻറ്റ്സ് മറക്കരുത്. ഹൈപ്പ് ഓപ്ഷൻ കൊടുത്ത് ഹൈപ്പ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.